കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് നമ്മുടെ ഇഗ്നോയിൽ തന്നെ BA സൈക്കോളജിയുടെ പേപ്പറായ BPCC 105 പേപ്പർ കോഡ് വരുന്ന BA സൈക്കോളജിയുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കുന്നത് കേട്ടോ. സോ അതായത് നമുക്ക് മുൻ വർഷങ്ങളിൽ കൂടുതലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, റെപ്യൂട്ടേഷൻ എത്രത്തോളം വന്നിട്ടുണ്ട്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ഇതെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ കവർ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓരോ സിലബസിലും ഓരോ പോർഷനും എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് നോക്കണം, ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ള സിലബസിൽ ഏത് പാർട്ടിലാണെന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യാം. സിലബസ് പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാം. സോ ഓരോരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം. സോ സയന്റിഫിക് റിസർച്ച് ആൻഡ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്സിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലബസ് പ്രകാരം. സോ അതിൽ നമ്മൾ ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്, പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തിസിസ്, കൺസ്ട്രക്ട്സ് ആൻഡ് വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ സിലബസിൽ വരുന്നത് നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. പിന്നെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിങ്, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് കേട്ടോ. നമുക്ക് ഈ ഒരു സിലബസിൽ നമുക്ക് എക്സാമിനേഷൻ വെച്ചിട്ട് ഓരോരോ എക്സാമിനേഷനിൽ ഓരോ സെഷൻസിലും ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നോക്കുക. സോ നമ്മൾ 2023 ജൂണിലെ എക്സാമിനേഷന്റെ ജസ്റ്റ് ഒരു പാർട്ടാണ് നോക്കുന്നത്. സോ അതിൽ നമുക്കിപ്പോൾ സെക്ഷൻ എയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. സെക്ഷൻ എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ളൊരു ഏരിയ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആ ഒരു ടോപ്പിക് വരുന്നത്. സോ സെക്ഷൻ എയിലാണ് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടു എലമെന്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക് വരുന്നത് നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 4 അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിൽ തന്നെ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്താണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് നമ്മുടെ ബ്ലോക്ക് 2 വരുന്ന പോർഷൻ ആണ്. പിന്നെ നമുക്ക് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ ബിയിലോട്ട് വരുന്ന സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് നിന്നും എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സാമ്പിളിംഗ് എന്താണ്, അതിൽ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്തൊക്കെയാണ് എന്നൊരു ഏരിയ നമ്മൾ ജസ്റ്റ് നോക്കുക. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ ബിയിൽ തന്നെ. സോ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ബ്ലോക്ക് 4 വരുന്ന ഒരു പോർഷൻ ആണ്. നമ്മുടെ യൂണിറ്റ് 8 ഈ ഒരു ഏരിയ വരുന്നത്. ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട് എഴുതേണ്ട ഫോർമാറ്റ് എന്താണ്, അത് സെക്ഷൻ ബിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ബ്ലോക്ക് 4 ഈ ടോപ്പിക് വരുന്നത് കേട്ടോ. യൂണിറ്റ് 10 വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഷോർട്ട് നോട്ട്സിൽ ചോദിച്ചിട്ടുള്ളത് എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലുള്ള എറേഴ്സും കാര്യങ്ങളും നമ്മുടെ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ എറേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അത് ബ്ലോക്ക് 1 വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ നമുക്ക് സെക്ഷൻ 1 എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നൊരു
ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നൊരു ഏരിയ ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഐഡന്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം ആൻഡ് സോഴ്സ് ഓർ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ സോഴ്സ്, അതിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഓൾസോ ബ്ലോക്ക് 1 വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിന് എന്തൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. ദെൻ പിന്നെ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഫീൽഡ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഫീൽഡ് സ്റ്റഡീസ്. ഈ ഒരു ടോപ്പിക്, അതായത് ബ്ലോക്ക് 2 വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുക. സോ അതിൽ ക്വസ്റ്റ്യൻസിൽ കൂടുതലും കാണുന്നുണ്ട്. ബ്ലോക്ക് 2 ആ ഒരു ഏരിയ വരുന്നത്. ദെൻ ക്രൈറ്റീരിയ ഇൻവോൾവ് ഇൻ സാമ്പിളിംഗ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ബ്ലോക്ക് 3 വരുന്ന പോർഷൻസ് ആണ്. സോ ആ ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ദെൻ ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആൻഡ് വേസ് ഓഫ് മെഷറിംഗ് റിലയബിലിറ്റി. പിന്നെ ചോദിക്കുന്ന ഒരു ഷോർട്ട് നോട്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഡിപെൻഡന്റ് വേരിയബിൾസ്, ആ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട്. സോ നമ്മൾ ഏരിയാസ് സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ വരുന്ന ഈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സെഷൻ എയിലാണെങ്കിലും ബിയിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് റിസർച്ച് ഡിസൈൻ, സാമ്പിളിങ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്, ഈ കാര്യങ്ങളൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ്, ഈ റിസർച്ച് പേപ്പർ പഠിക്കുന്ന സമയത്ത് ആ ഏരിയ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ദെൻ എത്തിക്കൽ ആൻഡ് തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ. നമുക്കിപ്പോൾ എന്താണ് ഡിസംബർ 2023 എക്സാംസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എത്തിക്കൽ ആൻഡ് തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഏരിയ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് റിപ്പീറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കാം. അങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതലും വന്നിട്ടുള്ള എന്താണ്, നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, നമ്മുടെ സാമ്പിളിംഗ് ടെക്നിക്സ്, ഇതൊക്കെ റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ വരുന്ന എക്സാംസിലും ഇത്തരം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എന്താണ്, അത് നമ്മുടെ ഒരു ക്രൂഷ്യൽ ഏരിയ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ജൂൺ 23 അതുപോലെ തന്നെ ഡിസംബർ 23 എക്സാം പേപ്പേഴ്സിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു സമ്മറി ഫൈൻഡിങ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഓരോ ക്വസ്റ്റ്യൻസും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് എങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത് നോക്കാം നമുക്ക്. നമുക്ക് ബ്ലോക്ക് 1 ആദ്യം നോക്കാം. ഓരോരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കിപ്പോ ബ്ലോക്ക് 1 നമുക്ക് സയന്റിഫിക് റിസർച്ച് ആൻഡ് എംപിരിക്കൽ മെത്തേഡ്സും ബിഹേവിയറൽ റിസർച്ച് ആണ് ബ്ലോക്ക് 1 വരുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു ജൂൺ 23 നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ ഡിസംബർ 23 എക്സാംസിലും നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ബ്ലോക്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ നമുക്ക് ബ്ലോക്ക് 2 എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് മെയിൻലി കവർ ചെയ്യുന്ന ടോപ്പിക് എന്താണ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് ബ്ലോക്ക് 2 നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്നാണെങ്കിലും നമ്മൾ 23 എക്സാംസിൽ ജൂൺ 23 നമുക്കൊരു 4 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഡിസംബർ 23 നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ് ബ്ലോക്ക് 3 ടോപ്പിക്സ്. സോ ബ്ലോക്ക് 3 നമുക്ക് ജൂൺ 23 എക്സാംസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ 23 നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ മെയിൻ കവർ ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, ഡാറ്റ കളക്ഷൻസ്, അതിന്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത്, സിലബസ് പറയുന്ന സമയത്ത് പറഞ്ഞു നമ്മുടെ ഡാറ്റ കളക്ഷനിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ ജൂൺ 23 എക്സാംസിന് തന്നെ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ എക്സാം സീരീസിലും 2 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് എന്താണ് ബ്ലോക്ക് 1 ബ്ലോക്ക് 2
നമുക്കൊരു 6 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് എക്സാംസിന്. നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ബ്ലോക്കുകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഏരിയാസ് ഒന്ന് കവർ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ബ്ലോക്ക് 3ന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്താണ് നോക്കുന്ന സമയത്ത് അത് നോക്കാം. സോ അവിടെ ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ദെൻ നമ്മളിപ്പോൾ എന്താണ് ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഓരോ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ഓരോ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അതിൽ എന്താണ് നമ്മളൊരു ജൂൺ 23 ഡിസംബർ 23 എക്സാംസിന്റെ ബേസിസിലാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. സോ ഇതിൽ നമുക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ് സയന്റിഫിക് റിസർച്ച് ആൻഡ് എംപിരിക്കൽ മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ റിസർച്ച് എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്ക് 1ന്റെ ടോപ്പിക്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 1 എന്ന് അതായത് ഓരോരോ യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ യൂണിറ്റ് 1 എന്നൊരു 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂണിറ്റ് 2 എന്നൊരു 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 3 എന്നൊരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബ്ലോക്ക് 2ല് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്നുള്ളതാണ് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 4 എന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 5 എന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ബ്ലോക്ക് 3 അതായത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ് ബ്ലോക്ക് 3ല്. സോ അതിൽ തന്നെ നമുക്ക് യൂണിറ്റ് 6ൽ ഒരു ക്വസ്റ്റ്യനും യൂണിറ്റ് 7ൽ ഒരു ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലോക്ക് 4 വരുമ്പോൾ ബ്ലോക്ക് 4 എന്താണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബ്ലോക്കാണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 8ൽ 2 ക്വസ്റ്റ്യൻസും യൂണിറ്റ് 9ൽ ഒരു ക്വസ്റ്റ്യനും യൂണിറ്റ് 10ൽ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതുപോലെ ബ്ലോക്ക് 2ൽ നമുക്ക് യൂണിറ്റ് 4, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജൂൺ 23 ഡിസംബർ 23 എക്സാംസിന്റെ ബേസിസിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ ബ്ലോക്കിലും ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് 1 എന്ന് പറയുന്നത് സയന്റിഫിക് റിസർച്ച് ആൻഡ് എംപിരിക്കൽ മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ റിസർച്ച് ആണ് വരുന്നത്. സോ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ ബ്ലോക്ക് 1ൽ വരുന്ന സമയത്ത് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മുടെ ജൂൺ 23 എക്സാംസിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ദെൻ ബ്ലോക്ക് 1ൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. സോ ഇതും സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ജൂൺ 23 ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ചിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ബ്ലോക്ക് 1ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്താണ് ഈ ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്, ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, എത്തിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. ദെൻ പിന്നെ നിങ്ങൾ ബ്ലോക്ക് 1 പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്? സോഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലുള്ള എറേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, പിന്നെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ, ഡിപെൻഡന്റ് വാരിയബിൾ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബ്ലോക്ക് 1ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 2 എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് ബ്ലോക്ക് 2യുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ടൈപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ജൂൺ 23 എക്സാംസിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് എലമെന്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ചോദിക്കുന്ന അതേ ഒരു പ്രോബബിലിറ്റി തന്നെ ക്വാളിറ്റേറ്റീവ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നൊക്കെ നന്നായിട്ട് നോക്കുക. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ അത് നോക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. സോ ടൈപ്സ് മാത്രമായിട്ടും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ബ്ലോക്കിൽ. ദെൻ ആ ഒരു ബ്ലോക്കിൽ നമുക്ക് എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മളൊരു സാമ്പിളിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്. ഓക്കെ, ആ ഒരു 2 ടോപ്പിക് മെയിൻ ടോപ്പിക്സ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ നമുക്ക് ബ്ലോക്ക് 4 വരുന്നുണ്ട്. ബ്ലോക്ക് 4ൽ എന്താണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. സോ അതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ബ്ലോക്കാണ്. സോ അതിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 23 ജൂണിൽ എക്സാമിൽ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനും ഈക്വൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ നോക്കും.
പിന്നെ ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോഴുള്ള ഫോർമാറ്റ് എന്തൊക്കെയാണ്? ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് ആ റിസർച്ച് റിപ്പോർട്ട്, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ദെൻ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. സോ നമ്മൾ ഇത്രയും ഏരിയസിൽ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയസ് ആണ്. സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഷോർട്ട് ആൻസേഴ്സിലാവട്ടെ എസ് ആൻസേഴ്സിലാവട്ടെ ക്വസ്റ്റ്യൻസ് കൂടുതലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓരോ ബ്ലോക്കിലും യൂണിറ്റ്സിലും നമുക്ക് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുള്ളത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 നമുക്കൊരു യൂണിറ്റ് 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 നമുക്കൊരു 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ യൂണിറ്റ് 2 ഒരു 20 മാർക്സോളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഒരു 10 മാർക്സിനോളം യൂണിറ്റ് 3 നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് 2 നമുക്കൊരു യൂണിറ്റ് 4 അതിന് 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് ആണ് ആ യൂണിറ്റ് 4 വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ യൂണിറ്റ് 5 നമുക്ക് ഇതുപോലെ തന്നെ 20 മാർക്സിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്ലോക്ക് 3 നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10 മാർക്കിന് യൂണിറ്റ് 6 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ് 8 ഒരു 20 മാർക്സോളം ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 9 10 അതുപോലെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓരോ യൂണിറ്റിനും എത്രത്തോളം ഫോക്കസ് ഏരിയ നമുക്ക് ഉണ്ട്, നമ്മൾ അവിടെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു മൊത്തം റിസർച്ച് പേപ്പറിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതായത് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ളൊരു ടോപ്പിക് നിങ്ങൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ദെൻ അതുപോലെ തന്നെ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, types of experimental research designing, quantitative methods of data collection. ഇതൊക്കെ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നോക്കേണ്ട ടോപ്പിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്, ക്രൈറ്റീരിയ ഇവോൾവിംഗ് സാമ്പിളിങ്, അതൊക്കെ നമുക്ക് ചെറിയ രീതിക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യേണ്ട ഏരിയ എന്താണ്? ഓക്കെ, നമ്മൾക്കിപ്പോൾ റിപ്പീറ്റേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മളൊന്ന് ബ്രോഡായിട്ട് കവർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇനി വരുന്ന എക്സാംസിൽ പൊട്ടൻഷ്യലായിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, ആ ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ആ ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് മെയിൻലി വരുന്ന എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ ടോപ്പിക്സ്, നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്? അതിൽ വരുന്നതാണ് ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. നമ്മുടെ ബ്ലോക്ക് 1 വരുന്ന ടോപ്പിക്കാണിത്, ഗോൾസ് ആൻഡ് സ്റ്റെപ്സ്. സോ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 വരുന്ന ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 നമുക്ക് യൂണിറ്റ് 4 ഈ ഒരു ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ബ്ലോക്ക് 4 വരുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് എന്താണ് സാമ്പിളിംഗ് ടെക്നിക്സ്, ബ്ലോക്ക് 3 വരുന്നതാണ് സാമ്പിളിംഗ് ടെക്നിക്സ് കേട്ടോ. പിന്നെ അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ച്, അതും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്സ് നോക്കി. സോ പ്രെഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് അപ്കമിങ് എക്സാമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉള്ള പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് എന്തൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്ക് 1 നമുക്ക് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ നമുക്ക് വരാൻ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ളത് നമ്മുടെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 വരുന്നതാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ദെൻ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 2 വരുന്നതാണ്. സോ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റിസർച്ച് പ്രോസസ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബ്ലോക്ക് 2 നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി ആ ഒരു ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. സോ അതിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാവുന്നതാണ്. സോ അതായത് നമുക്ക് എന്താണ് റിസർച്ചിന്റെ ഡിഫറെന്റ് മെത്തഡോളജീസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും അതിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചോദിക്കുന്നുണ്ട്. സോ അത് നമ്മുടെ ഈ ഒരു റിസർച്ചിൽ നമ്മൾ കോർ കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ബ്ലോക്ക് 3 പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. സാമ്പിളിംഗ് ടെക്നിക്സിൽ എന്താണ് സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 6-7 നമ്മുടെ ഈ സാമ്പിളിംഗ് ടെക്നിക്സ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു യൂണിറ്റിൽ ആ ഒരു പോർഷൻ ഒന്ന് നോക്കുക കേട്ടോ. ദെൻ ബ്ലോക്ക് 4 എന്താണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് ബ്ലോക്ക് 4. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ്, അതുപോലെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്താണ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ റിസർച്ചിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടതും കൂടെയാണ്. സോ ഇതാണ് നമുക്ക് കൂടുതലും റിപ്പീറ്റേഷൻ വന്നതുകൊണ്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാവുന്ന ഏരിയാസ് കേട്ടോ. സോ എന്തൊക്കെയാണ് അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഗോത്രൂ ചെയ്യണമെങ്കിൽ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്, അതുപോലെ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, സാമ്പിളിംഗ് ടെക്നിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ എന്താണ് ഇത്രയും നേരം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, കൂടുതൽ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള എന്തൊക്കെയാണ്, ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങളുടെ കീ ഫോക്കസ് ഏരിയ നമുക്ക് ഇതൊക്കെയാണ് വരുന്നത്. ബ്ലോക്ക് 1 നമ്മുടെ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങളുടെ കീ ഏരിയ ആയിട്ട് കാണുക. അതായത് ആ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളൊരു റിസർച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് എന്തൊക്കെയാണ്, സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടൊക്കെ നോക്കുക. ബ്ലോക്ക് 4 എന്താണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അതിൽ നമ്മുടെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സോ നമ്മളൊരു എക്സാം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ടിപ്സ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാം കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഏരിയസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട കുറച്ച് ടിപ്സ്. നമുക്ക് എന്താണ് ഹൈ വെയിറ്റേജ് വരുന്ന ഏരിയസ് നമ്മൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ അത്തരം ടോപ്പിക്സിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ സോ ഫസ്റ്റ് ടിപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഫ്രീക്വന്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക. ആ ഒരു ഏരിയസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ കോർ കോൺസെപ്റ്റ്സ്. നമ്മുടെ ഓരോ ടോപ്പിക്സിലുള്ള കോർ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോവുക കേട്ടോ. അതുപോലെ നമ്മുടെ എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ഡയഗ്രാംസ്, ചാർട്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ നോക്കുക. അതായത് യൂട്ടിലൈസ് ദ വിഷ്വൽ എയ്ഡ്സ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു ചാർട്ട്, ഡയഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ കുറച്ച് ക്ലിയർ ആവുന്ന രീതിക്ക് എഴുതുക ചെയ്യുക. സോ നമുക്കൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. സോ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് 50 മാർക്സിനായിരിക്കും. സോ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ഉണ്ടാവുക. അതായത് നമുക്ക് എന്താണ് ഇതില് 300 വേർഡ്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതായത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ 300 വേർഡ്സ് ആയിരിക്കും എഴുതേണ്ടത്. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ അതിലിപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും ഈക്വൽ മാർക്സ് ആണ്. സോ സെക്ഷൻ എയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രൈമറി ഗോൾസ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഡെഫിനിഷൻ എഴുതുക. അതുപോലെ അതിന്റെ പ്രൈമറി ഗോൾസ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, പിന്നെ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചാൻസസ് ഉള്ള എന്താണ് ഡിസ്ക്രൈബ് ദ എലമെന്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെക്ഷൻ എയിൽ ചോദിക്കാം. സോ അതിലെന്താണ് നമ്മൾ ഫസ്റ്റ് റിസർച്ച് ഡിസൈനിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അതുപോലെ ഒരു ഗുഡ് റിസർച്ച് ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്ത് എഴുതുക. പിന്നെ അതിൽ തന്നെ നമ്മൾ എന്താണ് റിസർച്ച് ഡിസൈനിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു ആൻസർ ചെയ്യാൻ.
പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആൻഡ് ദെയർ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് ആൻസർ ചെയ്തത്? ആദ്യം നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് തന്നെ നമ്മൾ പിന്നെ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ആൻസർ എന്താണ്? പ്രീ എക്സ്പെരിമെന്റൽ, ട്രൂ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ, ഇതൊക്കെ എന്തൊക്കെയാണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താണ് അതിന്റെ സ്ട്രെങ്ത്തിലോട്ട് വരിക, അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക, അതുപോലെ ഓരോ ടൈപ്സിന്റെയും ലിമിറ്റേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നും കൂടെ എഴുതുക. സോ ഇത്രയും ഏരിയസ് കവർ ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസർ ചെയ്യാൻ. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഫോളോവിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. നമ്മൾ 150 മാർക്കിനാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. സോ അതിൽ നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചോദിച്ചിട്ടുണ്ട് 150 വേർഡ്സിൽ എഴുതാൻ കേട്ടോ. സോ ടൈപ്സ് ഓഫ് 150 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തൊക്കെയാണെന്ന് എഴുതാം. അതായത് നമ്മുടെ കേസ് സ്റ്റഡീസ്, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി എന്നൊക്കെ വെച്ചിട്ട് അത്തരം ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് 150 വേർഡ്സിൽ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി പോവുക കേട്ടോ. നമുക്ക് ഇവിടെ സെക്ഷൻ ബിയിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് എക്സ്പ്ലെയിൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാം. അത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഡിഫറെന്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതായത് കൺവീനിയൻസ് സാമ്പിളിങ്, പെർപ്പസീവ് സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, അങ്ങനെ അതിന്റെ വേരിയസ് ടൈപ്സ് കാര്യങ്ങൾ എഴുതാം. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. പിന്നെ ചോദിച്ചിട്ടുള്ള ഡിസ്കസ് ദ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. സോ അതിൽ നമ്മൾ എന്താണ് ഡാറ്റ കളക്ഷന്റെ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ എഴുതുക. അതായത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, സർവേസ്, അതുപോലെ റേറ്റിംഗ് സ്കെയിൽസ്, മെക്കാനിക്കൽ ഒബ്സർവേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുക കേട്ടോ. പിന്നെ അതിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ആ ഒരു ആൻസർ ചെയ്യാൻ. എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ആൻഡ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിൽ നമ്മൾ എന്താണ് ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് നോക്കുക. അതായത് റിസർച്ച് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ദെൻ മെത്തഡോളജി, റിസൾട്ട്, ഡിസ്കഷൻ സെഷൻസ്, ഈ രീതിക്കാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്നത്. സോ അതിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ. പിന്നെ നമുക്ക് ഹൈലൈറ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് സെക്ഷൻ ഇൻ പ്രസന്റിംഗ് റിസർച്ച് ഫൈൻഡിങ്സ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസർ ചെയ്യാൻ. പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോവിങ് about 150 words each. സോ അതിൽ നമുക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് എറേഴ്സ് ഇൻ ഹൈ. ആ ഒരു എറേഴ്സിനെ കുറിച്ച് എഴുതുക. ദെൻ പറയുന്നുണ്ട്. സോ അതിൽ നമ്മൾ എന്താണ് ആദ്യം ഡിഫൈൻ ചെയ്യാം. നമ്മുടെ വേരിയബിൾ എന്താണ്, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ഇയറിലും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഓരോ ബ്ലോക്കിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, ആ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്ക് വെയിറ്റേജിനോളം ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്താണ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ കീ ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് ഇതിനെ കാണാം. സോ ഇതിന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ റിസർച്ച് പേപ്പറിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അപ്പൊ ഈ രീതിക്ക് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ആവട്ടെ. ഓക്കെ, താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592393616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.